ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഓൾറെഡി പരിചയമുള്ള ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിറർ ടെക്നിക്കാണ്. ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു ടെക്നിക്കാണ്, അതുപോലെ തന്നെ വളരെ പവർഫുള്ളുമാണ്. ഈ ഒരു ടെക്നിക്ക് തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പരിചയമുള്ള ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരാളിൽ നിന്ന് സ്നേഹം കിട്ടണം, കെയർ കിട്ടണം, സപ്പോർട്ട് കിട്ടണം, അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും പിണക്കൊക്കെ വന്നു, ബ്രേക്കപ്പ് വന്നു, അത്തരം സിറ്റുവേഷനിൽ അവരെ വീണ്ടും അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ, എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളതും ഇത് എത്രത്തോളം റിസൾട്ട് നമുക്ക് നൽകും എന്നുള്ളതും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്, എൻ്റെ ത്രോട്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഈ ടെക്നിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ്. നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് കണ്ണാടിയിൽ തന്നെ നമ്മൾ സ്വയം നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കുക. എന്നിട്ടാണ് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതല്ല, വലിയ മിറർ ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ മിറർ പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കിയിട്ടും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കണ്ണിലോട്ട് നോക്കുക, മിററിന് മുന്നിൽ പോയി നിൽക്കുക, ദെൻ കണ്ണിലോട്ട് നോക്കുക എന്നുള്ളതാണ്. ഈ കണ്ണിലോട്ട് നോക്കാൻ പറയുന്നത് നമ്മുടെ സോളിൻ്റെ ഡോറാണ് ഈ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിലോട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ തന്നെ സോളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് അഫർമേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ആ അഫർമേഷൻസ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. ആ അഫർമേഷൻസ് നമ്മൾ സ്വയം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എക്സാക്റ്റ് ഫീല്, നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ ഫീല് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഈ അഫർമേഷൻ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ 10-ലധികം അഫർമേഷൻസ് ഇന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് തരുന്ന 10 അഫർമേഷൻസ് ചൂസ് ചെയ്താലും മതി. ഇനി എല്ലാം നിങ്ങൾക്ക് ഫീലിങ്സ് കിട്ടുന്ന അഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അഫർമേഷൻസ് ഞാൻ ഓരോന്നായിട്ട് കൃത്യമായിട്ട് പറയാം. നിങ്ങൾ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് അഫർമേഷൻസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനുള്ള അഫർമേഷനാ എന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. മിറർ ടെക്നിക്കിന് വേണ്ടിയിട്ടുള്ള അഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബൈഹാർട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ജസ്റ്റ് ഒരു അഫർമേഷൻ ഒന്ന് നോക്കുക. ഓരോ അഫർമേഷൻസും 3 തവണയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം 3 തവണ കണ്ണിൽ നോക്കി റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ അഫർമേഷൻ നോക്കുക, ചെയ്യുക. അങ്ങനെ നോക്കിയിട്ട് ചെയ്താലും മതി. ബൈഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഞാനിപ്പോൾ പെട്ടെന്ന് ടോപ്പിക്ക് നോക്കിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ അഫർമേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, അവൾക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവൾക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷനാണ്. രണ്ടാമത്തെ അഫർമേഷൻ, അവളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അവളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എല്ലാ അഫർമേഷൻസിലും അവൾ എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ
ആ വ്യക്തിയുടെ പേര് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്നത് പുരുഷനാണെങ്കിൽ, ഒരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, പുരുഷനാണെങ്കിൽ ആ പുരുഷന്റെ പേര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവൻ എന്നോ അല്ലെങ്കിൽ അദ്ദേഹം എന്നോ നിങ്ങൾക്ക് അങ്ങനെ അത് കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ അഫർമേഷൻ മാറ്റിയിട്ട് നമ്മൾ എഴുതണം, നിങ്ങൾ മാറ്റി എഴുതുന്ന സമയത്ത്. ഓക്കെ, എന്നിട്ട് അത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഇപ്പം ഞാൻ ഇതിലെല്ലായിടത്തും അവൾ അവൾ എന്നാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് അവളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് അവൾക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ കഴിയില്ല. അവൾക്ക് എനിക്കെന്നും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അവൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ, അവൾക്കെന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവൾക്കെന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അടുത്തത്, അവൾ എൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ എൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത്, അവൾ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷവും സേഫ്റ്റിയും അനുഭവപ്പെടുന്നു. അവൾ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷവും സേഫ്റ്റിയും അനുഭവപ്പെടുന്നു. അടുത്തത്, എന്നെ വേദനിപ്പിച്ചതിന് അവൾ മാപ്പ് പറയുന്നു. എന്നെ വേദനിപ്പിച്ചതിന് അവൾ മാപ്പ് പറയുന്നു. നെക്സ്റ്റ് വൺ, അവൾ എന്നെ കാണാനും സംസാരിക്കാനും അടുത്തിരിക്കാനും ആഗ്രഹിക്കുന്നു. അവൾ എന്നെ കാണാനും സംസാരിക്കാനും അടുത്തിരിക്കാനും ആഗ്രഹിക്കുന്നു. അടുത്ത് പറയുന്നത്, അവൾ കാന്തത്തെ പോലെ എന്നിലേക്ക് അടുക്കുന്നു. അവൾ കാന്തത്തെ പോലെ എന്നിലേക്ക് അടുക്കുന്നു. അടുത്തത്, അവൾ എന്നെ അഭിനന്ദിക്കുന്നു. അവൾ എന്നെ അഭിനന്ദിക്കുന്നു. അടുത്തത്, എന്നെ ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്ന് അവൾക്ക് തോന്നുന്നു. എന്നെ ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്ന് അവൾക്ക് തോന്നുന്നു. നെക്സ്റ്റ്, എൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. അടുത്തത്, അവൾ ഞാനുമായി കമ്മിറ്റ് ആവാൻ തയ്യാറാണ്. അവൾ ഞാനുമായി കമ്മിറ്റ് ആവാൻ തയ്യാറാണ്. അടുത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം അവൾ എനിക്ക് നൽകുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം അവൾ എനിക്ക് നൽകുന്നു. അപ്പോൾ ഇത്രയും അഫർമേഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 14 അഫർമേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് മാക്സിമം ഫീലുള്ള 10 ചൂസ് ചെയ്യുക. എല്ലാ അഫർമേഷൻസിനും ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ആ എല്ലാ അഫർമേഷൻസും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക, സ്മൈൽ ചെയ്യുക. മാക്സിമം ഇത് പറയുന്ന സമയത്തും നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മാക്സിമം ഫീൽ ചെയ്തിട്ട് പറയുക. ജസ്റ്റ് സ്മൈൽ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ദിവസം ചെയ്താൽ പോരാ, കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും കമ്മിറ്റഡ് ആവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ. എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് ടെക്സ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അയച്ചു തരാം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാം. അതിനുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.